നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ മുതൽ കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസ വാർത്ത. സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ആരംഭിക്കുന്നു. ഈ പദ്ധതി ആരെല്ലാം ഉൾക്കൊള്ളും? ഏത് ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക? ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഒപ്പം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇതിലേറ്റവും രസകരമായ ഒരു പ്രതിഷേധം കൂടിയുണ്ട്. അത് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. 7 വിഭാഗം ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമായി യാത്ര ചെയ്യാവുന്നതാണ് സർക്കാർ പദ്ധതി. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും പ്രിയദർശിനി പദ്ധതി സൗജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ബസ്സിൽ യാത്ര ചെയ്യും. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു. KSRTCയുടെ 3125 ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ 7 വിഭാഗങ്ങളിലാണ് സൗജന്യ യാത്ര. സൗജന്യ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി ബസ്സിൽ കയറിയാൽ പഴയതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. പണം നൽകേണ്ടതില്ല എന്നേ ഉള്ളൂ. ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര കുറ്റകരമാണ്. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ 500 രൂപ പിഴ നൽകേണ്ടി വരും. 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടിക്ക് നിർബന്ധമായും പകുതി ടിക്കറ്റ് എടുക്കണം. പ്രായം 12 ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ടിക്കറ്റിനുള്ള പണം നൽകി ടിക്കറ്റ് എടുക്കേണ്ടതാണ്. പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. ആൺകുട്ടികൾക്ക് യാത്രാ സൗജന്യം ഇല്ല. സ്ത്രീകൾക്ക് ടിക്കറ്റ് ചാർജ് നൽകേണ്ടതില്ല എന്നേ ഉള്ളൂ. മറ്റു യാത്രക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും ബാധകമാണ്. സ്റ്റോപ്പ്, സംവരണ സീറ്റ്, മറ്റ് ട്രാഫിക് നിയമങ്ങൾ എന്നിവ എല്ലാവർക്കും ഒരുപോലെ തന്നെ. സംവരണ സീറ്റ് മാനിക്കുക. സ്ത്രീകൾ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവരുടെ സീറ്റ് സംവരണം പാലിക്കപ്പെടണം. കേരളത്തിലെ സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുകയും തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 3000-ലധികം KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ദിവസേന ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഈ സേവനം ഉപയോഗിക്കുന്നത്. ഇവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ജോലിക്കായി ദിവസേന യാത്ര ചെയ്യുന്നവർക്കും വിദ്യാർത്ഥിനികൾക്കും വലിയ സാമ്പത്തിക ലാഭമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനു മുമ്പ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സമാന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കാനും തൊഴിൽ പങ്കാളിത്തം ഉയർത്താനും ഇത്തരം പദ്ധതികൾ സഹായിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. KSRTC ഇതിനകം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അധിക ചെലവ് എങ്ങനെ വഹിക്കും? സർക്കാർ സബ്സിഡി നൽകുമോ? എല്ലാ വിഭാഗം ബസ്സുകളിലും പദ്ധതി ബാധകമാകുമോ? തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ. സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ എല്ലാ വിശദാംശങ്ങളും വ്യക്തമാകൂ. അതേസമയം KSRTC സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളുടെ നട്ടെല്ലൊടിക്കുന്നു എന്ന പരാതിയുമായി വേറിട്ട സമരത്തിന് ബസ് ഉടമ. പുരുഷന്മാർക്ക് ഒരു ദിവസം മുഴുവൻ സൗജന്യ യാത്രയും സ്വകാര്യ ബസ്സിനെ കൈവിടാത്ത വനിതകൾക്ക് മധുരവും നൽകി മാഞ്ഞാലി ആലുവ റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് നാളെ പ്രതിഷേധത്തിന് വേദിയാകും. ബസ് ഉടമ വട്ടപ്പറമ്പ് സ്വദേശി BO ഡേവിസ് ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. രാവിലെ 6:30 മുതൽ രാത്രി 8 വരെയുള്ള 7 ട്രിപ്പുകളിലും ലിറ്റിൽ ഫ്ലവറിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര ചെയ്യാം. 25 വർഷത്തിലേറെയായി ബസ് സർവീസ് നടത്തുന്ന തന്റെ ബസ് റൂട്ടിന്റെ ഭൂരിഭാഗം ദൂരവും KSRTC സർവീസുകൾക്കൊപ്പമാണ് ഓടുന്നതെന്നും യാത്രക്കാരിൽ കൂടുതലും വനിതകളായതിനാൽ സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീ യാത്രക്കാരെ നഷ്ടപ്പെടുത്തുമെന്നും ഡേവിസ് പറയുന്നു. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം അതിൻ്റെതായ ഗൗരവത്തോടെ കാണുമെന്ന് പറഞ്ഞ സർക്കാർ സ്ത്രീകളുടെ സൗജന്യ യാത്ര സമൂഹത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ പദ്ധതി? സർക്കാരിന്റെ വിശദീകരണം വളരെ വ്യക്തമാണ്. പല സ്ത്രീകളും ജോലിക്കോ പഠനത്തിനോ ദിവസേന ബസ് യാത്ര ചെയ്യുന്നു. ഓരോ ദിവസവും യാത്രയ്ക്കായി ചെലവാകുന്ന പണം ലാഭിക്കാൻ കഴിഞ്ഞാൽ അത് കുടുംബ ബജറ്റിന് വലിയ ആശ്വാസമാകും. ഗതാഗത മന്ത്രി പറയുന്നതനുസരിച്ച് ഈ പദ്ധതി സ്ത്രീകളുടെ കൈവശമുള്ള വരുമാനം 12 മുതൽ 25% വരെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അതിനാൽ ഇത് വെറും സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിനുള്ള സാമ്പത്തിക ഇടപെടൽ കൂടിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുന്ന ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു.
ലാഭനഷ്ട കണക്കിന്റെ കള്ളിയിൽ ചുരുക്കിക്കാണേണ്ട പദ്ധതിയല്ല ഇതെന്നും സ്ത്രീകൾക്ക് അവരുടെ കൂലി വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്ന കാര്യമാണിതെന്നും മന്ത്രി പറഞ്ഞു. KSRTC സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിക്കുന്നത്. ആദ്യ സർവീസ് നടത്തുന്ന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. 8:30 ശേഷമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുക. സ്വകാര്യ ബസ്സുകളെ നശിപ്പിക്കുക സർക്കാർ ലക്ഷ്യമല്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന തീരുമാനമായിരിക്കും ഇത്. എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമായിരിക്കും. പ്രത്യേകം കാർഡ് ആവശ്യമില്ല. ആദ്യ 100 ദിവസത്തിനു ശേഷം വിശദമായ പഠനം നടത്തി 2ാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും ഇതേ സംവിധാനം നടപ്പാക്കിയേക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്രയുണ്ട്. പ്രത്യേകം കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ലഭിക്കും. പദ്ധതിയുടെ ബാധ്യത KSRTCയുടെ ചുമലിൽ വെക്കില്ല. സർക്കാർ ഗ്രാന്റായി പണം നൽകും. ഏകദേശം 2 കോടിയിലധികം രൂപ പ്രതിദിനം ഇതിനായി വേണ്ടിവരും. ചെലവുകൾ കൃത്യമായി അറിയാൻ എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി ധനപരമായി നഷ്ടമാണെന്ന് തോന്നുമെങ്കിലും സ്ത്രീകൾ മിച്ചം വയ്ക്കുന്ന പണം വിപണിയിലേക്ക് തന്നെ എത്തുന്നത് സാമ്പത്തിക രംഗത്തിന് നേട്ടമാകുമെന്നുമാണ് മന്ത്രി പറയുന്നത്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പരസ്യങ്ങൾ നൽകുകയും ബസ്സുകൾക്കായി സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള 58 ഗ്രാമവണ്ടികൾ 500 ഉയർത്തും. ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് വികസന സമിതി രൂപീകരിക്കുന്ന കാര്യവും ചർച്ചയിലുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10 വർഷം മുമ്പ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 30,000 ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 10,000-ൽ താഴെയാണ്. സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 3-1 കുറഞ്ഞിട്ടുണ്ട്. അവരോട് ഒരു ശത്രുതയുമില്ല. അവരെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം KSRTCക്കോ ഗവൺമെന്റിനോ ഇല്ല. ഒപ്പം തിരിച്ചും പാടില്ലെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി റൂട്ട് റിസർച്ച് നടത്തി ആ റൂട്ടുകളിലേക്ക് സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനായി ട്രക്കുകളുടെ പുക പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിവർഷം 712 കോടി രൂപയും എല്ലാ ബസ്സുകളിലും നടപ്പാക്കുകയാണെങ്കിൽ 1300 കോടി രൂപയും ബാധ്യതയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാർ 125 കോടി രൂപ പ്രതിമാസം KSRTCക്ക് നൽകുന്നുണ്ട്. സൗജന്യ യാത്രാ പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായം സർക്കാർ തന്നെ നൽകും. APL, BPL വേർതിരിവില്ലാതെ എല്ലാ വനിതകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.